കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? നമ്മൾ തേർഡ് ബ്ലോക്ക് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? എന്തായിരുന്നു തേർഡ് ബ്ലോക്ക്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് മോഡൽസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടായിരുന്നു. മച്യൂരിറ്റി മോഡൽ കണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ്, വാട്ടർഫോൾ മോഡലും ബിൽഡ് ആൻഡ് ഫിക്സ് മോഡലും സ്പൈറൽ മോഡലും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ് ടെക്നോളജി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ പ്രോസസ് ടെക്നോളജി എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് SDLC പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ഈ SDLC എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യുക? SDLC is a process used by the software industry to design, develop and test high quality സോഫ്റ്റ്വെയർ. അപ്പൊ SDLC എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഈസ് എ പ്രോസസ് ദാറ്റ് യൂസ്ഡ് ബൈ ദ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി. എവിടെ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് ടെസ്റ്റ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. അപ്പൊ എന്താ? ഒരു സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? SDLC എന്ന് നമ്മൾ പറയുന്നത്. SDLCയുടെ ഫേസുകളൊക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അത്ര ഫേസുകൾ നോക്കിയാൽ മതി. റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യമേ റിക്വയർമെന്റ് അനാലിസിസ്. എന്താ റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടോ? റിക്വയർമെന്റ് ഡിസ്ക്രൈബ് ദ പാർട്ട് ഓഫ് എ സിസ്റ്റം. The objective which are to be achieved in the software process development are the requirement. അതായത് എന്താ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും അതിനൊരു ഒബ്ജക്റ്റീവ് കാണും. ഇന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റിക്വയർമെന്റ് അനാലിസിസ്. നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയാണ് എവിടെ ചെയ്യുന്നത്? റിക്വയർമെന്റിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതായത് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫങ്ഷണൽ റിക്വയർമെന്റ്സ് നമുക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ടൈപ്പ് റിക്വയർമെന്റ് ആണ് വരുന്നത് കേട്ടോ. അതായത് റിക്വയർമെന്റ് ഈസ് സംതിങ് ദാറ്റ് എ സിസ്റ്റം ആപ്ലിക്കേഷൻ മസ്റ്റ് ഡു ഫോർ ഇറ്റ്സ് യൂസേഴ്സ്. അതായത് സിസ്റ്റം ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ, അതാണ് എന്തെന്ന് പറയുന്നത്? റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിക്വയർമെന്റ് 2 ടൈപ്സ് ആണ് വരുന്നത്. ഫങ്ഷണൽ റിക്വയർമെന്റ് വരുന്നുണ്ട്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? could be defined as a functions and features that the user need to the system to work. അതായത് അവിടെ വേണ്ട ഫങ്ഷൻസും ഫീച്ചേഴ്സും, ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ട ഫങ്ഷൻസും ഫീച്ചേഴ്സും ആയിരിക്കും എന്തിനകത്ത് വരിക? ഫങ്ഷണലിനകത്ത് വരിക. അപ്പൊ നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇറ്റ് ഡിസ്ക്രൈബ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ system. Non-functional requirement means it describes the general characteristics of the system, which means എന്തായിരിക്കും? ക്വാളിറ്റി ആട്രിബ്യൂട്ട്, which means സെക്യൂരിറ്റി, പെർഫോമൻസ് അങ്ങനെയൊക്കെ വരത്തില്ല. അതായത് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ നോൺ ഫങ്ഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ SDLCയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇത് റിക്വയർമെന്റ് അനാലിസിസ് ഫേസ്. ഇത് റിക്വയർമെന്റ് ആർ പ്രോപ്പർലി ഡിഫൈൻഡ് ആൻഡ് നോട്ടഡ് ഡൗൺ. ഇത് ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫേസ് ഈസ് SRS. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത് ഡോക്യുമെന്റ് റിട്ടേൺ ഇൻ നാച്ചുറൽ ലാംഗ്വേജ് കേട്ടോ. അപ്പം ഈ റിക്വയർമെന്റ് അനാലിസിസിന്റെ ഔട്ട്പുട്ട് ആണ് എന്നാന്ന് പറഞ്ഞിരിക്കുന്ന SRS. അപ്പൊ SRS ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഓർത്ത് വെച്ചാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് ഇവിടെ ഈ ഷോർട്ട് നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് റിക്വയർമെന്റ് പ്രോസസ്സിനകത്ത് 4 സ്റ്റെപ്സ് ആണ് വന്നിരിക്കുന്നത്. ഹൈ ലെവൽ റിക്വയർമെന്റ് ഉണ്ട്, റിക്വയർമെന്റ് ഗാദറിംഗ് ഉണ്ട്, റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ഫേസ് ഉണ്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അപ്പൊ എന്നാ ഈ ഹൈ ലെവൽ റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്? ഹൈ ലെവൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫേസ്
focus on the identification of the topmost objective had to be attained in the software product. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വേണ്ടത് അതായത് ഏറ്റവും ആവശ്യമുള്ളത് ഹൈ പ്രയോറിറ്റി അങ്ങനെ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത് ഹൈ ലെവൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി റിക്വയർമെന്റ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? This phase also include detailed requirement capturing, analyzing and validating steps ആയിരിക്കും എവിടെ വരിക റിക്വയർമെന്റ് ഗ്യാതറിംഗിനകത്ത്. വേരിയസ് ടെക്നിക് ആർ യൂസ്ഡ് ഫോർ ക്യാപ്ചറിംഗ്, അനലൈസിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് റിക്വയർമെന്റ് സച്ച് ആസ് യൂസ് കേസ് ഡയഗ്രം, ലേഔട്ട്, സ്ക്രീൻഷോട്ട് എക്സെട്ര. ഇനി റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതായത് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തെന്നുള്ള അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് ദാറ്റ് ക്യാൻ ബി ഡൺ. നമ്മൾ എല്ലാ റിക്വയർമെന്റുകളും കളക്ട് ചെയ്തോ, ഒബ്ജക്റ്റീവ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തോ, അതിന്റെ കോസ്റ്റ് ഫാക്ടർ നമ്മൾ നോക്കിയോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എവിടെ വരുന്നത് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ഫേസിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ആണ് SRS എന്ന് പറയുന്നത്. SRS എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ്. ഒഫീഷ്യൽ സർട്ടിഫിക്കേഷൻ ഓഫ് വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് ദ സിസ്റ്റം ഡെവലപ്പേഴ്സ് ഇൻക്ലൂഡ് ബോത്ത് യൂസർ റിക്വയർമെന്റ് ആൻഡ് ഇൻ ഡെപ്ത് സ്പെസിഫിക്കേഷൻ ഓഫ് ദി സിസ്റ്റം റിക്വയർമെന്റ്. അതായത് യൂസർ റിക്വയർമെന്റും സിസ്റ്റം റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ SRS. കണ്ടോ? SRS ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു IEEE റിക്വയർമെന്റ് അനാലിസിസ് മേ ഡിഫൈൻഡ് ആസ് ഇപ്പൊ ഫസ്റ്റ് ആണ് ഇത് പ്രോസസ് സ്റ്റഡിങ് യൂസേഴ്സ് നീഡ് ടു അറൈവ് ഡെഫിനിഷൻ ഓഫ് സിസ്റ്റം ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്. സെക്കൻഡ് ഇത് പ്രോസസ് സ്റ്റഡിങ് റിഫൈനിങ് ഇത് സിസ്റ്റം ഹാർഡ്വെയർ ഓർ റിക്വയർമെന്റ്. അപ്പൊ എന്നാ പറഞ്ഞിരിക്കുന്നത്? റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ട റിക്വയർമെന്റുകൾ അതായത് ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റിക്വയർമെന്റുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ആണ് എന്തെന്ന് പറയുന്നത്, കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് ഡിസൈൻ. അപ്പൊ എന്താ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ദിസ് ഫേസ് എ ലോജിക്കൽ സിസ്റ്റം ഈസ് ബിൽറ്റ് വിത്ത് ഫുൾഫിൽ ഇത് ഗിവൺ റിക്വയർമെന്റ്. അതായത് നമ്മളിപ്പോ കുറച്ച് റിക്വയർമെന്റ് ഒക്കെ കളക്ട് ചെയ്തു, അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ലോജിക്കൽ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുക, ഡ്രോ ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. ഡിസൈൻ ഫേസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നീഡ് വിത്ത് ദ ട്രാൻസ്ഫോമിംഗ് ഇത് കസ്റ്റമൈസ് റിക്വയർമെന്റ് ഇൻ ടു ലോജിക്കലി വർക്കിംഗ് സിസ്റ്റം. അതായത് കസ്റ്റമർ റിക്വയർമെന്റിനെ നമ്മൾ എന്നായിട്ട് കൺവേർട്ട് ചെയ്തു? ഒരു ലോജിക്കൽ വർക്കിംഗ് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതായത് ഡയഗ്രമാറ്റിക്കലി നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. നോർമലി ഡിസൈൻ ഈസ് പെർഫോംഡ് ഇൻ ദ ഫോളോയിങ് 2 സ്റ്റെപ്സ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഡിസൈനിങ്ങിനകത്ത് വന്നിരിക്കുന്നത്? പ്രൈമറി ഡിസൈൻ ഫേസ് ഉണ്ട്, സെക്കൻഡറി ഡിസൈൻ ഫേസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഈ പ്രൈമറി ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് in this phase the system is designed at a block level. The blocks are created on the basis of analysis is done in the problem identification phase. Different block created for the different functions. Emphasis is put on minimizing the information flow between blocks. അതായത് നമ്മള് മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അതായത് നമ്മളൊരു എന്താ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും അതിൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പല മൊഡ്യൂളുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ മൊഡ്യൂൾ ബേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതാണ് നമ്മൾ DFTക്കകത്തൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു, കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊഡ്യൂൾ ബേസിലായിരുന്നു നമ്മളത് ഡിസൈൻ ചെയ്തത്. അപ്പൊ അതാണ് എന്തിനകത്ത് വരുന്ന പ്രൈമറി ഡിസൈൻ ഫേസിനകത്ത് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ബ്ലോക്സ് ആർ ക്രിയേറ്റഡ് ഫോർ ഡിഫറെന്റ് ഫംഗ്ഷൻസ്. എംഫസിസ് ഈസ് പുട്ട് ഓൺ മിനിമൈസിംഗ് the information flow between blocks. Thus all activities which require more interaction are kept in one block. In secondary design phase എന്ന് പറഞ്ഞാലോ, in secondary design phase the detailed design of every block is performed. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡിസൈനിങ് മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഇത് ഇൻപുട്ട് ടു ദ ഡിസൈൻ ഫേസ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അതായത് ഡിസൈൻ ഫേസിന്റെ ഇൻപുട്ട്, അതായത് എന്താ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? SRS ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ഡിസൈൻ ഡോക്യുമെന്റ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ SRS പ്രിപ്പയർ ചെയ്യുന്നില്ല, നമ്മുടെ റിക്വയർമെന്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ SRS പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ SRSന്റെ ബേസിലായിരിക്കും നമ്മൾ എന്നത് ചെയ്യുന്നത്? സിസ്റ്റത്തിനെ നമ്മൾ ഡിസൈൻ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് നമ്മൾ SRS യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു, അപ്പൊ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന്? SDD അല്ലെ സോഫ്റ്റ്വെയർ ഡിസൈൻ ഡോക്യുമെന്റ്. The general task involved in the design process are following: design various blocks for overall
system process. Design smaller, compact and workable modules in each block. Design various database structures. Specify details of programs to achieve desired functionality. Design is the form of input and output of the system. Perform documentation of the design. System reviews. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, ഡിസൈനകത്ത് വരുന്നത്. എന്താണ് ഡിസൈൻ വേരിയസ് ബ്ലോക്സ്, പിന്നെന്താണ് ഡിസൈൻ സ്മോളർ, കോമ്പാക്ട് ആൻഡ് വർക്കബിൾ മൊഡ്യൂൾസ് ഇൻ ഈച്ച് ബ്ലോക്ക്. പിന്നെന്താണ് ഡിസൈൻ വേരിയസ് ഡേറ്റാബേസ് സ്ട്രക്ചേഴ്സ്. പിന്നെ സ്പെസിഫൈ details of program to achieve desired functionality. Design is the form of input and output of the system. Perform documentation of the design. System reviews. The software design is the core of the software engineering process, and the first of the three important technical activities, design, coding and testing are required to build a software. അതായത് സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് കീ പ്രോസസ് ഏരിയാസ് എന്ന് പറയുന്നതാണ് എന്തൊക്കെ, ഡിസൈന്, കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പം ദ ഡിസൈൻ ഷുഡ് ബി done keeping following points in mind. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇറ്റ് ഷുഡ് കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദി സിസ്റ്റം. ഇറ്റ് ഷുഡ് preciously describe the system. It should be understandable to software developer. It should be done at a right level. It should be maintainable. അതായത് മെയിൻറ്റനബിൾ ആയിരിക്കണം, റൈറ്റ് ആയിട്ടായിരിക്കണം നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റണം? സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ ഇറ്റ് ഷുഡ് കംപ്ലീറ്റ്ലി ആൻഡ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദി സിസ്റ്റം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് the following points to should be kept in mind by performing the design. ഒന്നെന്താണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് എൻഷുർ ദാറ്റ് the system is stable and can be operated by a person of average intelligence. അതായത് നമ്മളൊരു ഡിസൈൻ, ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴേക്കും അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി എഫിഷ്യൻസി, ദിസ് ഇൻവോൾവ് ദ ആക്യുറസി, ടൈംലിനെസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഓഫ് ദി സിസ്റ്റം ഔട്ട്പുട്ട്. ഇനി ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം കുഡ് ബി മോഡിഫയബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ changing needs of the user. Such amendment should be possible with the minimum changes. Then security പറഞ്ഞിട്ടുണ്ട്. This is an important aspect of the design and should cover areas of hardware reliability, fallback procedure, security of the data and provision for detection of fraud. അപ്പം ഇത്രയാണ് ഡിസൈനിങ്ങിനകത്ത് നമ്മൾ പെർഫോം ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി. അതായത് പ്രാക്ടിക്കാലിറ്റി, എഫിഷ്യൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. ഇപ്പൊ കോഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, റിക്വയർമെന്റ് അനലൈസ് ചെയ്തു, പിന്നെന്താണ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് കോഡിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കോഡ് സ്റ്റാർട്ട് ചെയ്യുക, ഡെവലപ്പിംഗിലേക്ക് നമ്മൾ എത്തി. ഇത് ഇൻപുട്ട് ടു ദി കോഡിംഗ് ഫേസ് ഈസ് SDD ഡോക്യുമെന്റ്. അപ്പൊ എന്താ, നമ്മൾ ഓരോ ഫേസിലും നമ്മൾ കണ്ടാ വരുന്നത്. അതായത് ആദ്യത്തെ റിക്വയർമെന്റ് അനാലിസിസിനകത്ത് ആരുടെ കയ്യിൽ നിന്ന് റിക്വയർമെന്റുകൾ നമ്മൾ മേടിച്ച് കളക്ട് ചെയ്തു, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് റിക്വയർമെന്റ് കളക്ട് ചെയ്ത് SRS നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ SRS എന്ന് പറയുന്നത് എവിടുത്തെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു, ഡിസൈൻ ഫേസിലെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് SDD എന്ന് പറയുന്നത്. ഇനി കോഡിംഗ് ഫേസിലേക്ക് വന്നപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻപുട്ട്, അതായത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, SDD ഡോക്യുമെന്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻപുട്ട് ടു ദി coding phase is the SDD document. In this phase, the design document is coded according to module specification. അപ്പോൾ കോഡ് ചെയ്യുന്ന നമ്മൾ എന്തിന്റെ ബേസിലാണ്, മൊഡ്യൂൾ ബേസിലാണ്. This phase transform SDD document into high level language code. At present, major software companies adhere to some well specified and standard style of coding called coding standard. അപ്പോൾ എന്താ, നമ്മൾ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോഡിംഗ് ചെയ്യാം. Good coding standard improve the understanding of code. One module is developed, a check is carried out to ensure that coding standards are followed. Coding standards generally give the guidelines about the following. കോഡിംഗ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കോഡിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ഓഫ് ദി മൊഡ്യൂൾ ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ സോഴ്സ് കോഡ് വരുന്നുണ്ട്, മോഡിഫിക്കേഷൻ ഹിസ്റ്ററി വരുന്നുണ്ട്, യൂണിഫോം അപ്പിയറൻസ് ഓഫ്
കോഡ്. ഇതൊക്കെയാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ്, അതായത് ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിരിക്കും. അതായത് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും ഒരു മൊഡ്യൂൾ, ഇപ്പൊ നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂളാണെങ്കിൽ അഡ്മിന്റെ കോഡെല്ലാം നമ്മൾ എന്തിനകത്തേക്കായിരിക്കും ചെയ്ത്, അഡ്മിൻ എന്ന് പറയുന്ന മൊഡ്യൂൾ ബേസിലായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഓഫ് സോഴ്സ് കോഡ് ഉണ്ട്. പിന്നെ അതിന്റെ മോഡിഫിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ യൂണിഫോം അപ്പിയറൻസ് ഓഫ് ദി കോഡ് ഉണ്ട്. അതായത് ഒരിടത്ത് നമ്മൾ ഒരു രീതിക്ക് കോഡ് ചെയ്ത് മറ്റൊരിടത്ത് വന്നിട്ട് അതെല്ലാം മാറ്റി അതിൽ നിന്ന് വേറൊരു രീതിക്കായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും എല്ലായിടത്തും നമ്മൾ ഒരേ ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോഡിങ് ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് കോഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നതാണ് ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ടെസ്റ്റിംഗ് എന്താണെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടെസ്റ്റിംഗ് ഫേസ്. എന്താ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടെസ്റ്റിംഗ് ഈസ് ദ process of running software on manually created input with the intention to find errors. അപ്പൊ എന്താ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റണ്ണിങ് സോഫ്റ്റ്വെയറിനകത്ത് ഇല്ലേ നമ്മൾ എന്താണ് മാനുവലി നമ്മൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇൻ ദിസ് പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് ആൻ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഡിറ്റക്ട് എറേഴ്സ് ടു കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് എറർ ഫ്രീ സോഫ്റ്റ്വെയർ. The testing is promptly keeping the user's requirement in mind, and before software is actually launched on a real system, it is tested. എന്താ നമ്മളൊരു റിയൽ സിസ്റ്റം ആയിട്ട് നമ്മൾ അതിനെ മാറ്റുമ്പോഴേക്കും അതെന്തായിരിക്കും, അത് ഫുള്ളി കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും, ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതൊരു എന്താ സിസ്റ്റം ആയിട്ട്, നമ്മൾ റിയൽ സിസ്റ്റം ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The testing is the process of executing a program with the intention of finding errors. Normally, while developing the code, a software developer also carried out some testing. This is known as debugging. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ എന്താ അത് റൺ ചെയ്തല്ല ചെയ്ത് നോക്കുന്നത്, അതിനകത്ത് എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡെവലപ്പേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്, ഡീബഗിങ്. This unearths the defect that must be removable from the program. Testing and debugging are different processes. Testing is meant for finding the existence of defect, while debugging stands for locating the place of errors and correcting the errors during the process of testing. അപ്പൊ ടെസ്റ്റിംഗും ഡീബഗിങ്ങും എന്താണ് രണ്ട് പ്രോസസ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ നമ്മുടെ സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്യുകയായിരിക്കും. ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓരോ കോഡ് 1 by 1 ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമായിരിക്കും, ചെക്ക് ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്, ടെസ്റ്റ് ദ മൊഡ്യൂൾ truly cover all the access path, generate enough data to cover all the access path arising from conditions. അപ്പൊ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ മൊഡ്യൂളും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാ മൊഡ്യൂളും ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന, അവിടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് വരെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഡേറ്റാസ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, നിങ്ങളിപ്പോ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാറുണ്ടല്ലോ ഓൺലൈനായിട്ട്. ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴേക്കും ഇപ്പൊ അതിനകത്ത് നെയിം, അതേപോലെ തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഫോമിനകത്ത് പല ഫീൽഡുകൾ വരാറുണ്ട്. അപ്പൊ നെയിം എന്നൊക്കെ പറയുന്ന ഫീൽഡിൽ എന്ത് ടൈപ്പ് വാല്യൂസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, ആൽഫബറ്റ് മാത്രമല്ല നെയിം ഫീൽഡിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് നമ്പർ എൻട്രി, അതായത് ഒരാളുടെ നെയിം ഏതെങ്കിലും നമ്പറിൽ ന്യൂമറിക് വാല്യൂസ് ആയിട്ട് അവിടെ വരുമോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ, അതായത് അവിടെ കൊടുക്കാൻ സാധ്യതയുള്ള മാക്സിമം എല്ലാ വാല്യൂസും നമ്മൾ ഇൻപുട്ട് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മളൊരു എന്താ മൊഡ്യൂള് അല്ലെങ്കിൽ നമ്മളൊരു ഫോം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയുള്ള മാക്സിമം ഇപ്പം ഒരു ഫീൽഡ് ഇപ്പൊ എന്താ നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 നമ്പറല്ലേ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ ഫോൺ നമ്പറിന്റെ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ക്യാരക്ടേഴ്സ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റരുത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഏത് ഫേസിൽ, ടെസ്റ്റിംഗ് ഫേസിൽ. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്ത ഒരു എറർ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെസ്റ്റിംഗ് ഫേസിലാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. the module by deliberately passing wrong data. പിന്നെന്താണ്, സ്പെസിഫിക്കലി ക്രിയേറ്റ് ഡേറ്റ ഫോർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, എൻ്റർ ഡേറ്റ ഇൻ ടെസ്റ്റ് ഫയൽ വിച്ച് വുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ആൻഡ് അഗെയിൻ ടെസ്റ്റ് ദ സ്ക്രിപ്റ്റ്. പിന്നെന്താണ്, ടെസ്റ്റ് ഫോർ ലോക്കിംഗ് ബൈ ഇൻവോക്കിംഗ് മൾട്ടിപ്പിൾ കൺകറന്റ് പ്രോസസ്. അപ്പൊ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പല ഡേറ്റാസുകൾ ഇൻപുട്ട് ചെയ്ത്, അതായത് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുവിധം ഡേറ്റാസുകൾ എല്ലാം കൊടുത്തു നോക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത്.
The following objectives are to be kept in mind while performing testing. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ? It should be done with the intention of finding errors. Good test case should be designed with a high probability of finding yet undiscovered error. A success test is done uncover yet unresolved errors. ഇനി അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ്: ഓൾ ടെസ്റ്റ് ഷുഡ് ബി പെർഫോംഡ് അക്കോർഡിംഗ് ടു യൂസർ റിക്വയർമെന്റ്. Planning of test should be gone long before testing. Starting with a small test, it should process towards large test. ഇത് following different levels of testing. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് ഫോളോ ചെയ്ത് എങ്ങനെയായിരിക്കും വലിയ ടെസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് ലെവൽസിലേക്ക് അത് കൺവേർട്ടഡ് ആവും. അപ്പൊ അവിടെ പറയുന്നുണ്ട് ലാർജ് സിസ്റ്റംസ് ആർ ബിൽഡ് അപ്പ് subsystems. Subsystems are made up of modules of procedures and functions. Thus, in large systems, the testing is performed at various level, like unit level testing, module level testing, subsystem level and system level testing. നമ്മളപ്പോൾ ഇത് ഓൾറെഡി പഠിച്ചായിരുന്നു, ടെസ്റ്റിങ്ങിനകത്ത് പഠിച്ചില്ലായിരുന്നു നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ എന്താണ്, നമ്മൾ ഓരോ പ്രോഗ്രാം വൈസ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, മൊഡ്യൂൾ ചെക്ക് ചെയ്യുന്നതിനെ മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സബ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൊഡ്യൂള്, രണ്ട് മൊഡ്യൂളുകളൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ സിസ്റ്റം മൊത്തം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. But thus testing is performed at the following levels. In all level, the testing are performed to check interface integrity, information content and performance. അപ്പൊ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യുന്നത്? ഇന്റഗ്രിറ്റി, കണ്ടന്റ്, പെർഫോമൻസ്. In following categories of testing, following are the some of the strategies of testing. This involves the design of test cases. Test case is set of designed data for which the system is tested. The test data എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ, അതാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ 2 ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആർ പ്രസന്റ്. കോഡ് ടെസ്റ്റിംഗും ഉണ്ട്, സ്പെസിഫിക്കേഷൻ ടെസ്റ്റിംഗും ഉണ്ട്. അപ്പൊ കോഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എക്സാമിൻ the logic of the system. Thus, analyst developers test cases for every instruction in the code. All the paths in the program are tested. This test does not guarantee against the software failure. Also, it does not indicate whether the code is according to the requirements or not. In specification testing എന്ന് പറഞ്ഞാലോ, in this testing with the specific case is performed. The test cases are developed for each condition or combination of conditions are submitted for processing. The objective of testing is to design test cases are systematically uncover different classes of errors and solve with the minimum amount of time and effort. Testing cannot show the absence of errors. It can only find the presence of errors. The test case design is as challenging as software development. Still, however, effective design is it cannot remove 100% of errors. Even the best quality software are not 100% error free. The reliability of software is closely dependent on testing. അതായത് ഒരു നമ്മുടെ ഒരു ഗുഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? 100% എറർ ഫ്രീ ആയിരിക്കാമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് ഇത് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും എറേഴ്സ് വരാം. അത് എറേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പൊ എന്തായിരുന്നു വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സും? നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. വൈറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് പെർഫോംഡ് ഏർലി ഇൻ ദി ടെസ്റ്റിംഗ് പ്രോസസ്. Using this, the software engineer can derive a test that guarantees that all independent paths within the module have been accessed at the last ones. In this following features, അതായത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനകത്ത് എങ്ങനെ ചെയ്യുന്നത്? ആരാ ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് കോഡിനെ ആയിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതായത് ലോജിക്കലി ആ കോഡ് ആയിരിക്കും നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കോഡിംഗ് നോളജ് ഉള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ? ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എക്സസൈസ് ഓൾ ലോജിക്കൽ ഡിസിഷൻ ഓൺ ദർ ട്രൂ ആൻഡ് ഫോൾസ് സൈഡ്സ്. എക്സിക്യൂട്ട് ഓൾ ലൂപ്സ് അറ്റ് ദർ ബൗണ്ടറീസ് ആൻഡ് വിതിൻ ദർ ഓപ്പറേഷണൽ ബൗണ്ട്സ്. Exercise internal data structure to assure their validity. ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ അതിന്റെ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും നോക്കുന്നത്. ഫംഗ്ഷണൽ റിക്വയർമെന്റിന്റെ ബേസിലായിരിക്കും അത്
ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സോഫ്റ്റ്വെയർ ടെസ്റ്റർ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഫംഗ്ഷനാലിറ്റി ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലാണ് ഞാനിപ്പോ പറഞ്ഞതുപോലെ നമ്മളിപ്പോ എന്താണ് ഒരു ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് നമ്മൾ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഫേസ്ബുക്ക് ലോഗിൻ പേജ് എടുക്കുമ്പോൾ അവിടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടല്ലോ. അപ്പൊ യൂസർ നെയിം എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം ലെങ്ത് എത്രയായിരിക്കും, അത് എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള യൂസർ നെയിം കൊടുത്താലും ഇൻവാലിഡ് ആയിട്ടുള്ള യൂസർ നെയിം കൊടുത്താലും ലോഗിൻ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് ഫീൽഡ് എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആണോ, അതൊക്കെ ആണ് നമ്മൾ എവിടെ ചെക്ക് ചെയ്യുക, ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത്. അതായത് അതിന്റെ ഫീച്ചേഴ്സ് ഫംഗ്ഷനാലിറ്റി ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ കോഡിംഗ് സൈഡിലേക്ക് നമ്മൾ പോകുന്നില്ല, പുറമേ കാണുന്ന ഫംഗ്ഷനാലിറ്റി ബേസ്ഡ് ചെക്കിംഗ് ആയിരിക്കും നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ അത് ചെയ്യുന്നത് ആരായിരിക്കും, സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് പിന്നെ ബ്ലാക്ക് ബോക്സിനകത്ത് നമ്മൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒരു കാര്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് എത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടി, അത് ലോഡിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ നോക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഫേസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. ഇപ്പൊ നമ്മൾ കോഡിംഗ് വരെയും കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫേസ് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ്റനൻസ് ഇൻ ദ നോർമൽ സെൻസ് മീൻസ് കറക്റ്റിംഗ് ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ wear and tear, but the software maintenance is different. Software is either wrong in the beginning or later, or some additional requirements have been added. Software maintenance is done because following factors. അപ്പോൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഐഡന്റിഫൈ ദ എറേഴ്സ് വിച്ച് ആർ എൻകറേജ്ഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ, ടു ചേഞ്ച് ദ പ്രോഗ്രാം ഫംഗ്ഷൻ ടു ദി ഇന്റർഫേസ് വിത്ത് ന്യൂ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ, ടു എക്സ്ചേഞ്ച് ദ പ്രോഗ്രാം അക്കോർഡിംഗ് ടു ഇൻക്രീസ്ഡ് റിക്വയർമെന്റ്. അപ്പം ഈ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില മൊഡ്യൂൾസ് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ മോഡൽസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ റിക്വയർമെന്റുകൾ നമ്മൾക്ക് ഇപ്പൊ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മോഡൽ ഇപ്പൊ വാട്ടർഫോൾ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ പുതിയ റിക്വയർമെന്റുകൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മോഡലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം അതേപോലെ നമുക്കിപ്പോ റിക്വയർമെന്റുകളൊക്കെ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോ എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യണം എന്ന് തോന്നി, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ വരുന്നതാണ്, ഈ മെയിൻ്റനൻസിനകത്ത് വരുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ടു റെക്ടിഫൈ ദ എറേഴ്സ് വിച്ച് ആർ എൻകൗണ്ടേർഡ് ഡ്യൂറിംഗ് ദ operation of software, to exchange the program function to interface with the new hardware or software, to change the program according to increased requirement. അതിനകത്ത് 3 categories of maintenance ആണ് വരുന്നത്: corrective maintenance, adaptive maintenance and perfective maintenance. Software maintenance is a very broad activity that includes error correction, enhancement of capabilities, deletion of obsolete capabilities and optimization. Hence, one of the software become operational. Whatever changes are done are termed as maintenance. As the software requirement change continuously, maintenance becoming a continuous process. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. ഇപ്പം എന്താ നമ്മുടെ ഐട്രേഷണൽ മോഡലൊക്കെ നമ്മൾ പഠിച്ചപ്പോഴേക്കും അതിനകത്തൊക്കെ ഈ പറഞ്ഞ എന്താ റിക്വയർമെന്റുകൾ നമുക്ക് പുതിയ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ കണ്ടായിരുന്നു എങ്ങനെയുള്ള റിക്വയർമെന്റുകൾ അവിടെ ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഒക്കെ വരത്തില്ലേ, പുതിയ പുതിയ അപ്ഡേഷൻസ് അല്ലെ പുതിയ വേർഷൻസ് ഒക്കെ വരുമല്ലോ, വോയിസിന്റെ വേർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരത്തില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ വാട്സപ്പിനകത്തൊക്കെ പുതിയ പുതിയ ഫീച്ചേഴ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കത്തില്ലേ, അപ്പൊ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ കാണാറില്ലേ. അതേമാതിരി തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ എവിടെ ആ കാര്യങ്ങളാണ് നമ്മൾ എവിടെ ചെയ്യാൻ മെയിൻ്റനൻസ്. അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. പുതിയ പുതിയ ഫീച്ചേഴ്സുകൾ നമുക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, അതെന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രാക്ടീസ് the cost of software maintenance is so far more than cost of software development. അപ്പൊ എന്താ, ഡെവലപ്മെന്റിലേക്കാളും കോസ്റ്റ്ലി ആയിട്ടൊരു പ്രോസസ് ആണ്. ഇറ്റ് അക്കൗണ്ട് ഫോർ 50% to 80% of total system development cost. The software maintenance has following problems. It is very cumbersome to analyze and understand the code written by
somebody. No standard for maintenance have been developed and area is relatively unexplored area. Few tools and technique are available for maintenance. It is viewed as a necessary able to delegate to junior programmers. അപ്പം ഇതൊക്കെയാണ് എവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ SDLCയുടെ ഫേസുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു SDLCയുടെ ഫേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്ന്? റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഫേസ് ആണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. കറക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്, അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാവേ. അപ്പം ആദ്യത്തെ കറക്റ്റീവ് മെയിൻ്റനൻസ്. എന്താ ഈ കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, corrective maintenance is the process of identifying, analyzing and fixing defect or errors in software after its deployment. നമ്മൾ എപ്പോഴായിരിക്കും അതിനെ ഫിക്സ് ചെയ്യുന്ന? കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴായിരിക്കും ചെയ്യുക? കറക്റ്റീവ് മെയിൻ്റനൻസ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, അനലൈസിങ് ആൻഡ് ഫിക്സിങ് ഡിഫക്റ്റ് ഓർ എറേഴ്സ് ഇൻ സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഇറ്റ് ഡിപ്ലോയ്മെന്റ്. ആഫ്റ്റർ ഡിപ്ലോയ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് വന്നത് എന്തായിരുന്നു? കറക്റ്റീവ് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വന്ന അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. അപ്പൊ എന്തായിരിക്കും അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Adaptive maintenance is the process of modifying software to adapt to the changes in its environment, requirement or technology without changing the fundamental functionality. അതായത് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യത്തില്ലേ? അതായത് അതിന്റെ എൻവയോൺമെന്റ് റിക്വയർമെന്റിനനുസരിച്ച് ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യും. അതായത് അതിന്റെ ഫണ്ടമെന്റൽ ഫംഗ്ഷനാലിറ്റിയിൽ മാറ്റമൊന്നും വരാതെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ മോഡിഫൈ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ഈസ് ദി പ്രോസസ് ഓഫ് മോഡിഫൈങ് സോഫ്റ്റ്വെയർ ടു അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ ദി എൻവയോൺമെന്റ്, റിക്വയർമെന്റ്സ് ഓർ ടെക്നോളജി വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ഫംഗ്ഷനാലിറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഏതാണ്? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. അപ്പൊ എന്തായിരിക്കും പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ഈസ് ദി പ്രോസസ് ഓഫ് മോഡിഫൈങ് സോഫ്റ്റ്വെയർ ടു ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ്, എഫിഷ്യൻസി ആൻഡ് ഓവറോൾ ക്വാളിറ്റി വിതൗട്ട് ചേഞ്ചിങ് ഇൻ ദ ഫണ്ടമെന്റൽ ഫംഗ്ഷനാലിറ്റി. അതായത് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ പെർഫോമൻസും എഫിഷ്യൻസിയും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറീസ് ആണ് എവിടെ വരുന്നത്? ഈ മെയിൻ്റനൻസിനകത്ത് വരുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അതായത് കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? കറക്റ്റീവ് മെയിൻ്റനൻസ് ഈസ് ദി process of identifying, analyzing and fixing defect or errors in the software after its deployment. Adaptive maintenance എന്ന് പറഞ്ഞാലോ? Adaptive maintenance is the process of modifying software to adapt to changes in its environment, requirement or technology without changing its fundamental functionality. ഇനി പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Perfective maintenance is the process of modifying software to improve its performance, efficiency, and overall quality without changing its fundamental functionality. ഓക്കെ, അപ്പൊ അങ്ങനെ 3 ടൈപ്പ് മെയിൻ്റനൻസുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ യൂണിറ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ യൂണിറ്റിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തത്. അതായത് ഫസ്റ്റ് വന്നത് എന്തായിരുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പൊ മോഡൽസിനകത്ത് തന്നെ എന്താ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽസ് ആണ് നമ്മൾ ആദ്യമേ കണ്ടത്, ബിൽഡ് ആൻഡ് ഫിക്സ്, വാട്ടർഫോൾ, ഇതൊക്കെ. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതേപോലെ തന്നെ KPS നമ്മൾ കണ്ടായിരുന്നു, ഈ പ്രോസസ് ഏരിയ. അപ്പം അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതെല്ലാം പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ SDLC ഫേസുകളാണ്. അപ്പൊ SDLC ഫേസ് ആണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പൊ ആ SDLC ഫേസുകളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ്, കാരണം എസ്എ പാർട്ട് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ യൂണിറ്റിൽ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ യൂണിറ്റ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഈ സെക്യൂർ പ്രോഗ്രസിനകത്തൊക്കെ ഇതുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് ഇത് ഫോളോയിങ് മേജർ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ട് കണ്ടോ, ഏത് മോഡൽ ആയിരിക്കും നമ്മൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുക. പിന്നെ SDLC ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസിന്റെ അതിന്റെ ഡ്രോബാക്കും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത യൂണിറ്റ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. സോഫ്റ്റ്വെയർ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിക്കേ.
അപ്പൊ എന്താ ഇൻട്രൊഡക്ഷൻ അത് പറഞ്ഞിരിക്കുന്നത്? എന്നാ പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, മോണിറ്ററിങ്, കൺട്രോളിങ് ആൻഡ് ലീഡിങ് എ സോഫ്റ്റ്വെയർ പ്രൊജക്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ലീഡിംഗ് ഉണ്ട്. എ സോഫ്റ്റ്വെയർ പ്രൊജക്ട്. അനദർ ഡെഫിനേഷൻ ഓഫ് SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? ഇത് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സ്കിൽസ്, ടൂൾസ് ആൻഡ് ടെക്നിക് ടു പ്രൊജക്ട് ആക്ടിവിറ്റീസ് ടു മീറ്റ് ദ പ്രൊജക്ട് റിക്വയർമെന്റ്. അപ്പം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്ന പ്ലാൻ, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, മോണിറ്ററിംഗ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സ്കിൽസ്, ടൂൾസ് ആൻഡ് technique to project activities to meet the project requirement. Every software project must have a manager who lead the development team and is the interface with the supplies and senior management. Software development is a complex process involving such activities as the domain analysis, requirement specification, communication with the customers and end users, designing, producing different articles, adopting new paradigms and technologies, evaluating, testing software product, installing and maintaining the application and end user side, providing customer support, organizing end user training, visualizing potential upgrades and negotiating about them and customers and many more. അപ്പം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. റിക്വയർമെന്റ് അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെന്താണ്? എൻഡ് യൂസേഴ്സും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പുതിയ ടെക്നോളജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ എവിടെ ചെയ്യുക? ഈ SPM-നകത്ത് ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഓർഡർ ടു കീപ് ദ എവറിത്തിങ് അണ്ടർ കൺട്രോൾ, എലിമിനേറ്റ് ഡിലേസ്, ഓൾവേസ് സ്റ്റേ വിത്ത് ദ ബഡ്ജറ്റ് ആൻഡ് പ്രിവെന്റ് പ്രൊജക്ട് റൺഅവേസ്, that is situation in which cost and time exceeded what was planned. Software project management must exercise control and guidance over the development team throughout the project life cycle. അപ്പം ഇതിനകത്ത് ആദ്യത്തെ രണ്ട് ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെച്ചാണ് കേട്ടോ. SPM-ന്റെ രണ്ട് ഡെഫിനിഷൻസ് ആദ്യമേ തന്നിട്ടുണ്ടല്ലോ, കോഴ്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കുക. ഈ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിനകത്ത് ഇത് കണ്ടോ? സെറ്റ് ഓഫ് പ്രോബ്ലംസ് ടു ബി അഡ്രസ്ഡ് ബൈ ദി സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് തന്നിരിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ വരുന്നുണ്ട്, റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ മെട്രിക്സ് ഉണ്ട്, റിസ്ക് അസസ്മെന്റ് ഉണ്ട്, മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് റിക്വയർമെന്റ് ഉണ്ട്, ഓർഗനൈസേഷണൽ ആസ്പെക്ട് ഉണ്ട്. പിന്നെ അതിന്റെ പ്രോബ്ലംസ് താഴെ തന്നിട്ടുണ്ട്. അതിന്റെ പ്രൊജക്ടിനകത്ത് കോംപ്ലക്സ് എൻവയോൺമെന്റ്, മൾട്ടിപ്പിൾ ടീംസ്, പുവർ കമ്മ്യൂണിക്കേഷൻ, ലോ പ്രൊഡക്ടിവിറ്റി, ക്രിട്ടിക്കൽ ഡിഫക്റ്റ്, ഡിപ്ലോയ്മെന്റ് ഇഷ്യൂസ്. ഇത് പ്രൊജക്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അയൺ ട്രയാങ്കിൾ എന്ന്. ആൻഡ് ലെസ് പൊളിറ്റിക്കലി ആൻഡ് ട്രിപ്പിൾ കൺസ്ട്രെയിൻഡ്, വാട്ട് എവർ യു കോൾ ഇറ്റ്, it amount to same thing. You cannot change the project budget, schedule or scope without affecting in at least one of the other two parts. Balancing is the top of three project management areas. അതായത് project scope, time and cost. One of the biggest
ടാസ്ക് ഓഫ് ദി പ്രൊജക്ട് മാനേജർ. അതായത് പ്രൊജക്ട് മാനേജറുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ബാലൻസ് ചെയ്യുക. അതായത് ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്ന പ്രൊജക്ട് സ്കോപ്പും പ്രൊജക്ട് ടൈമും പ്രൊജക്ട് കോസ്റ്റ്, ഈ 3 കാര്യം അങ്ങനെ തന്നെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊജക്ട് ട്രയാങ്കിൾ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Basically, if you pull one end of the triangle, one of the other end need to pulled or extended to restore balance. On other hand, if you push on the end and another end will need to push or reduced or pulled or extended in order to bring the triangle back into balance. അപ്പൊ എന്തായിരിക്കും ഓരോ എൻഡിൽ നിന്ന് ഇപ്പോൾ ഓരോ പുഷ് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് നെക്സ്റ്റ് എൻഡിൽ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഈക്വൽ ആയിട്ട് പോയെങ്കിൽ മാത്രമേ ആ ട്രയാങ്കിൾ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഇതുണ്ട് പ്രൊജക്ട് ട്രയാങ്കിൾ, കോസ്റ്റ് ഓർ റിസോഴ്സ് ഉണ്ട്, സ്കോപ്പ് ഓർ ക്വാളിറ്റി ഉണ്ട്, ഷെഡ്യൂൾ ടൈം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് പ്ലാനിങ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നതിന് എന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചേ പ്ലാനിങ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് എന്നുള്ള ആ ഒരു പോർഷൻ. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എ പ്രൊജക്ട് പ്ലാൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി പ്രൊജക്ട് റിക്വയർമെന്റ് ആൻഡ് ഡെവലപ്പ് ദ എസ്റ്റിമേറ്റ് ആൻഡ് ഇറ്റ്സ് ഫോർമൽ, കൺസിസ്റ്റന്റ് ആൻഡ് അപ്രൂവ്ഡ് ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ് ഫോർ എസെൻഷ്യൽ പ്രൊജക്ട് ഗൈഡ് ലൈൻ. അപ്പൊ ഒരു പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും എന്തിന്റെ ബേസിലായിരിക്കും? അപ്പൊ അവരൊരു ഡോക്യുമെന്റിന്റെ കാര്യം അല്ലെങ്കിൽ ഗൈഡ് ലൈനിന്റെ കാര്യം പറയുന്നുണ്ട്, അതെന്തായിരിക്കും? SRS ആയിരിക്കും കേട്ടോ. അപ്പൊ project requirement and developed estimate and it's a formal, consistent and approved document that provide for essential project guideline. Generally, the purpose of document is to support management and control the project execution. The plan should cover all phases of the project and should ensure that all involved plans are consistent with each other. There is no single reason for a software engineering project how to a plan. A project plan usually contains several parts produced in order to help the project team with their project. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്ന പ്രൊജക്ട് പ്ലാനിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗൈഡ് പ്രൊജക്ട് എക്സിക്യൂഷൻ, document project planning and assumptions, document project planning decisions regarding alternatives chosen, facilitate communication among stakeholders, define key management reviews as to content, extent and timing, and provide baseline for progress measurement and project control. എന്തായിരിക്കണം? പ്രൊജക്ട് എക്സിക്യൂഷൻ നമ്മൾ ഗൈഡ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? ഡോക്യുമെന്റ് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് അസംഷൻസ്. പിന്നെ എന്തിനാ ഡോക്യുമെന്റ് ചെയ്യണം? പ്ലാനിങ് ഡിസിഷൻസ്, എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്.
പിന്നെ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ ക്ലയന്റുമായിട്ട്. പിന്നെ ഡിഫൈൻ കീ മാനേജ്മെന്റ് റിവ്യൂസ് ആസ് ടു ദ കണ്ടന്റ്, എക്സ്റ്റെന്റ് ആൻഡ് ടൈമിങ്. പിന്നെ എന്താണ്, പ്രൊവൈഡ് എ ബേസ് ലൈൻ ഫോർ പ്രോസസ് മാനേജ്മെന്റ് ആൻഡ് പ്രൊജക്ട് കൺട്രോൾ. The project plan is generally developed in the initial phase of the project and need to be reviewed and agreed upon all concerned persons. However, the plan is expected to change over time and updated each time, and actual progress differs from the plan or when the project conditions change, which may require new approaches. A carefully prepared project plan, if properly followed and committed to, should lead to successful project and estimate may of the pitfalls inherent in the project management process. അതായത് കെയർഫുള്ളി നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊജക്ട് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒന്ന് ക്വാളിറ്റി പ്ലാൻ ഉണ്ട്, വാലിഡേഷൻ പ്ലാൻ ഉണ്ട്, കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്, മെയിൻ്റനൻസ് പ്ലാൻ ഉണ്ട്, പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്. അപ്പൊ അത് ഓരോന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്വാളിറ്റി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, ദിസ് ഇൻക്ലൂഡ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് കൺസേൺ ദി പ്രൊജക്ട്. വാലിഡേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാലോ, covers approaches, resources and schedule involved in the system validations. The configuration management plan consists of the configuration management procedures and structures to support the project. Maintenance plan ആണല്ലോ, predict the maintenance requirement, maintenance cost and effort required. Staff development plan include how available skills and experience will be developed. അടുത്ത സ്റ്റെപ്പ് വൈസ് ഫ്രെയിംവർക്ക് ആയിട്ട് കണ്ടോ എങ്ങനെയാണെന്നുള്ളത് തന്നിരിക്കുവാണ് നമ്മൾ പ്രൊജക്ട് പ്ലാനിങ്ങിന്റെ. അപ്പൊ ആദ്യം സ്റ്റെപ്പ് 0 എന്താണ്, പ്രൊജക്ട് സെലക്ട് ചെയ്യാന്നുള്ളത്. സ്റ്റെപ്പ് 1 എന്താണ്, എസ്റ്റാബ്ലിഷ് പ്രൊജക്ട് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഐഡന്റിഫൈ ഒബ്ജക്റ്റീവ് ആൻഡ് മെഷർ ഓഫ് എഫക്റ്റീവ് ഇൻ മീറ്റിംഗ് ദം. അതായത് വാട്ട് വി ആർ ട്രൈങ് ടു അച്ചീവ്, ഹൗ ഡു യു നോ ഇഫ് വി ഹാവ് സക്സീഡ്. പിന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പ്രൊജക്ട് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേർ ഈസ് ദ ഓവറോൾ അതോറിറ്റി ഫോർ ദി പ്രൊജക്ട്. പിന്നെ എന്താണ്, ഐഡന്റിഫൈ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ പ്രൊജക്ട് ആൻഡ് ദർ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, who will be affected by the project and who will need to be involved. പിന്നെ modify the objectives in the light stakeholders analysis. പിന്നെ establishment of methods of communication with all parties. അപ്പൊ അതിന്റെ കണ്ട് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റേഷൻ, അതായത് പ്രൊജക്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ എന്തിന്റെയൊക്കെ ബേസിലാണ്, ഐഡന്റിഫൈ പ്രൊജക്ട് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെന്താണ് ഐഡന്റിഫൈ ദ പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് വരുന്നത്, അനലൈസ് ചെയ്ത പ്രൊജക്ട് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വന്നു. പിന്നെ എന്താ ചെയ്യുന്നത്, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് എഫേർട്ട്. എസ്റ്റിമേറ്റ് എഫേർട്ട് ഫോർ ദി ആക്ടിവിറ്റി ഉണ്ട്. പിന്നെന്താണ്, ഐഡന്റിഫൈ ദ ആക്ടിവിറ്റി റിസ്ക് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, റിസോഴ്സിനെ നമ്മൾ അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അതിനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ലോവർ ലെവൽ പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അതാണ് സ്റ്റെപ്പ് വൈസ് ഫ്രെയിംവർക്ക് ഫോർ എ പ്രൊജക്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ദ പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊജക്ട് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നമ്മൾ നോക്കേണ്ടത്, വൈ ഡു ദേ വാണ്ട് ദിസ് പ്രൊജക്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ. പിന്നെ ഐഡന്റിഫൈ ദി ഇൻസ്റ്റലേഷൻ സ്റ്റാൻഡേർഡും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്നുള്ളത്, അതായത് നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്, ഐഡന്റിഫൈ ദ പ്രൊജക്ട് ടീം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ആണ് അവിടെ പറയേണ്ടത്. അതായത് നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 0 കണ്ടു 1 കണ്ടു അല്ലേ. അപ്പൊ ആ 0, 1 സ്റ്റെപ്പ് കമ്പൈൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ മൊത്തമാണ് ഇതിന്റെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന 3rd സ്റ്റെപ്പാണ് ഇപ്പൊ പറഞ്ഞത്. 3ാമത്തെ സ്റ്റെപ്പ് എന്താ, 3rd സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 0 തൊട്ടിട്ടാ വന്നിരിക്കുന്നത്, 0, 1, 2. അപ്പൊ അങ്ങനെ വരുമ്പോ
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വന്നിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ദ പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ്? പ്രൊജക്ട് പ്ലാനിങ്, അതിന്റെ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ എന്താണ് ഇൻസ്റ്റലേഷൻ സ്റ്റാൻഡേർഡ്സ് അതിനകത്ത് വരുന്നുണ്ട്, പിന്നെ പ്രൊജക്ട് ടീം ഓർഗനൈസേഷൻ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ തേർഡ് സ്റ്റെപ്പ് അല്ലെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? അനലൈസ് ഓഫ് പ്രൊജക്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അനാലിസിസ് ഓഫ് പ്രൊജക്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതിനകത്ത് എന്താണ്? ഒബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ എന്താണ് അനലൈസ് ചെയ്ത പ്രൊജക്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ക്വാളിറ്റി ആണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഐഡന്റിഫൈ ചെയ്ത ഹൈ ലെവൽ പ്രൊജക്ട് റിസ്ക് ഉണ്ട്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് യൂസർ റിക്വയർമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ സെലക്ട് ചെയ്ത ജനറൽ ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഉണ്ട്, റിവ്യൂ ദ ഓവറോൾ റിസോഴ്സസ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ പ്രൊജക്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് പ്രൊജക്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് ദ ജനറിക് പ്രൊഡക്റ്റ് ഫ്ലോസ് ഉണ്ട്, റെക്കഗ്നൈസ് ദ പ്രൊഡക്റ്റ് ഇൻസ്റ്റൻസ് ഉണ്ട്, പ്രൊഡ്യൂസ് ഐഡിയൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ മോഡിഫൈ ദ ഐഡിയൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് നീഡ് ടു ദ സ്റ്റേജസ് ആൻഡ് ചെക്ക് പോയിന്റ്സ്. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്ന എസ്റ്റിമേറ്റ് എഫോർട്ട് ഫോർ ഈച്ച് ആക്ടിവിറ്റി ആണ്. അതായത് ഓരോ ആക്ടിവിറ്റിക്കും എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ആ എഫോർട്ട് ടൈം. അതാണ് അത് എത്ര സമയം നമ്മളത് എടുത്തു ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ റിവിഷനും ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി എന്താണ് സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ആക്ടിവിറ്റി റിസ്ക്. അതായത് ഓരോ ആക്ടിവിറ്റിയുടെ റിസ്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ ദ ആക്ടിവിറ്റി ബേസ്ഡ് റിസ്ക് ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ റിസ്ക് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താ മെഷേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 7 വന്നിരിക്കുന്നത് എന്താണ്? അലോക്കേറ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈ ആൻഡ് അലോക്കേറ്റ് റിസോഴ്സ്. അതായത് ഓരോ ആക്ടിവിറ്റിക്കും വേണ്ട റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ റിവൈസ് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ടേക്ക് ഇൻ ടു ദ അക്കൗണ്ട് ആൻഡ് ദെയർ റിസോഴ്സ് കൺസ്ട്രെയിൻസ്. ഇത് എന്തൊക്കെ റിസോഴ്സ് എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ 8 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓർ പബ്ലിഷ് പ്ലാൻ ആണ്. അതായത് നമ്മൾ ക്വാളിറ്റിയും പിന്നെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷനും പിന്നെ അതിനെ പബ്ലിഷ് ചെയ്യുക, എഗ്രിമെന്റ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. സ്റ്റെപ്പ് 9 to 10 എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. സ്റ്റെപ്പ് 10 എന്ന് പറഞ്ഞാൽ പ്ലാൻ അറ്റ് ലോവർ ലെവൽസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എന്തിനകത്ത് വരുന്നത്? ഒരു പ്രൊജക്ട് പ്ലാനിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് എവിടെ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? 0 to 10. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എക്സിക്യൂഷൻ ഓഫ് ദി പ്രൊജക്ട്. അപ്പൊ നോക്കിക്കേ, ആ ഡയഗ്രം ഒന്ന് നോക്കിക്കേ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. A project development methodology is more or less same to every software development project. അപ്പം ഒരു എക്സിക്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിനകത്ത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ യൂണിക് ആയിട്ടുള്ള കുറച്ച് അപ്രോച്ചുകളാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള ആ ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ്? വിഷ്വലൈസേഷൻ ഉണ്ട്, പിന്നെന്താണ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഉണ്ട്, എക്സിക്യൂട്ടിംഗ് ഉണ്ട്, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ ഓരോ ഫേസും.
ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്താണ്? ഇനിഷ്യേഷൻ ആണ്. അപ്പൊ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The project analysis is the most critical phase of the, അതായത് നമ്മുടെ ഒരു പ്രൊജക്ട് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊജക്ട് അനാലിസിസ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ദി വെബ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രൊജക്ട് എക്സിക്യൂഷൻ. The better a project is analyzed, the better a project is analyzed, the better it is executed. The analysis report serves as the base of the entire execution. The client requirement, the project goal, the future scope of the project, the available resources, the skills, required skills, the required tools, the available technology, the investment, the pricing and time span, and the subject of the analysis in this phase. Project analysis along with the project managers perform this task, ensuring attention to detail. Risk and challenges associated with the project are analyzed too. അതായത് ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യുവാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് പ്രൊജക്ട് എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ആ പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യുവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലയന്റിന്റെ റിക്വയർമെന്റ്, പ്രൊജക്ടിന്റെ ഗോളും അതിന്റെ സ്കോപ്പും അവൈലബിൾ ആയിട്ടുള്ള റീസോഴ്സുകളും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്കിൽസും ടൂൾസും ടെക്നോളജീസും അതിന്റെ പ്രൈസിങ്ങും അതിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ ഫസ്റ്റ് ഫേസിൽ ചെക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ അവിടെ ഫേസ് ചെയ്യുന്ന ചലഞ്ചും റിസ്ക്കും നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങിനകത്ത് എന്താ വന്നിരിക്കുന്നത്? Once the delivery deadline is fixed up based on project analysis report, the project plan is checked out. Planning is a critical requirement to decide on mode and methodology of executing the project. The better it is planning, the more efficient is project execution. Of the several development models such as Agile, Spiral, Iterative, and Waterfall model is the most suitable, selected in keeping with the complexity level of the project. According to the plan, the task at the different phases of executing are allocated to the development team, divided into different unit. അപ്പൊ ഈ പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ അനലൈസ് ചെയ്തതിനനുസരിച്ച്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽ ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് മോഡൽസ്. അതിന്റെ ബേസിൽ ഏത് മോഡലാണ് നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെന്താണ്? എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ മോഡലൊക്കെ പ്ലാൻ ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളത് ഡെവലപ്പിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. പ്രൊജക്ട് എക്സിക്യൂഷൻ ഇസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫേസ് വിത്ത് ഡിമാൻഡ് ഫോർ അറ്റൻഷൻ ആൻഡ് ഡെഡിക്കേഷൻ പാർട്ട് ഓഫ് ഡെവലപ്പേഴ്സ്. ഇത് സെലക്ടഡ് പ്രൊജക്ട് ഡെവലപ്മെന്റ് മോഡൽ ഈസ് ഡിപ്ലോയ്ഡ് ഇൻ ദിസ് പ്രോസസ് വിത്ത് കണ്ടിന്യൂസ് ഫ്ലോസ് ഓഫ് ദി പ്രൊജക്ട് എക്സിക്യൂഷൻ ഫേസ്. ദ മെത്തഡോളജി ഈസ് followed to point one of the unit and team is done with the development but assigned to it. The project is passed to the next unit for the next part of the development. The project manager leading the team act as a project coordinator too. He ensure precious coordination among the unit of the team to get a project executed timely as planned. This phase is referred to as construction. ക്വാളിറ്റി പ്രൊജക്ട് മാനേജ്മെന്റ് പ്ലേസ് ദ ഇൻസ്ട്രുമെന്റൽ ഇൻ ഇറ്റ്. അപ്പൊ എന്താ ഈ ഫേസിൽ നടക്കുന്നത്? നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതായത് ആദ്യം ശരിക്കും ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അനലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് മോഡൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്ലാൻ ചെയ്തു. ഇനി ഫൈനൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പിംഗും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റിംഗ്. അപ്പൊ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രീ ഡെലിവറി ഫേസ് ഓഫ് പ്രൊജക്ട് എക്സിക്യൂഷൻ. അതായത് ഇവിടെ ശരിക്കും എന്താണ്? നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു, ഇനി നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് പ്രീ എക്സിക്യൂഷൻ സ്റ്റെപ്പ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. The developed project is tested against the test quality parameters before delivery. Testing is conducted through the application of cutting edge technology. The functionality of each component of the developed project is tested on multiple various levels. Then the inner functionality of the integrated components
of the software is checked through the integration testing. If any functional or technical issue is noticed, it is resolved to ensure the precision and accuracy of the software. Any acceptance and delivery. That is the outcome of positive of completion of the testing process. The developed software is deployed to beta version of only by the key users. അപ്പൊ എന്താ കറക്റ്റ് നമ്മളിപ്പോ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അതിനകത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എന്നാ ചെയ്യും, ഡെലിവറി ചെയ്യും, ഡിപ്ലോയ് ചെയ്യും കറക്റ്റ് യൂസേഴ്സിന്. If the client is a chief user, based on the user experience, it is determined if the software need to further deployment. അപ്പൊ നമ്മളത് കൊടുക്കുന്ന എന്താ, ഒരു ബീറ്റ വേർഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം അത് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അയാൾ അത് നോക്കി അതിനകത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The client is the chief user. Based on the user experience, it is determined if the software need to further development. Then the user documentation is prepared defining the functionality of each of the components integrated to framework. The documentation helps with the seamless installation, use and maintenance of the software. The project cycle comes to an end and the product is delivered. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോ നമ്മളിപ്പോ കണ്ട എന്താണ്, സോഫ്റ്റ്വെയർ പ്രൊജക്ട് പ്ലാനിങ് ആണ്. ഇനി മോണിറ്ററിംഗ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രൊജക്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോണിറ്ററിംഗ് മീൻസ് കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കൺസേണിംഗ് പ്രൊജക്ട് പെർഫോമൻസ് ദാറ്റ് പ്രൊജക്ട് മാനേജർ ആൻഡ് അതർ വിഷ് ടു നോ. എന്താ അതിന്റെ പെർഫോമൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യുക ചെയ്യുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Use data from monitoring activities to bring actual performance to planned performance. We monitor the project simply because we know that things don't always go according to plan, and detect and react appropriately to deviations and change to plans. We monitor the following. അതായത് നമ്മൾ എന്തൊക്കെയാ മോണിറ്റർ ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, മെഷീൻസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മണി ഉണ്ട്, സ്പേസ് ഉണ്ട്, ടൈം ഉണ്ട്, ടാസ്ക് ഉണ്ട്, ക്വാളിറ്റി ഓരോ ടെക്നിക്കൽ പെർഫോമൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ when do we monitor? The answer എന്ന് പറയുന്നത് എന്താണ്? At the end of the project, or continuously or logically, or while there is still time to react, or as soon as possible to task completion at pre-planned decision points. അതായത് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന എപ്പോൾ തൊട്ടായിരിക്കും, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കും. How do we monitor? എങ്ങനെയാണ്? Through the meetings with the client parties involved in the project. പിന്നെ എന്താണ്? ഫോർ ഷെഡ്യൂൾ, അതായത് നമ്മൾ പച്ചാർട്ട് ക്യാൻ ചാർട്ടും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പച്ചാർട്ട് ക്യാൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊജക്ട് എപ്പോൾ തൊട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഓരോ ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിക്വയർമെന്റ് കളക്ട് ചെയ്യാൻ എത്ര ടൈം എടുത്തു, ഡിസൈൻ ചെയ്യാനെടുത്ത ടൈം എത്രയാണ്, കോഡിങ് ചെയ്യാനെടുത്ത ടൈം എത്രയാണ്, ടെസ്റ്റിംഗ് ചെയ്യാനെടുത്ത ടൈം എത്രയാണ്, മെയിൻ്റനൻസിന് എത്ര ടൈം എടുത്തു, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്യാൻ ചാർട്ടിനകത്ത് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ യൂസിങ് ഏൺഡ് വാല്യൂ അനാലിസിസ് ഉണ്ട്, പിന്നെ കാൽക്കുലേറ്റ് ക്രിട്ടിക്കൽ റേഷ്യോസ് ഉണ്ട്, മൈൽ സ്റ്റോൺ, റിപ്പോർട്ട്, ടെസ്റ്റേഴ്സ്, ഡെലിവറി ഉണ്ട്, പിന്നെ അപ്ഡേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ മോണിറ്ററിങ്ങിനകത്ത് സാധാരണ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ്, അതായത് വാട്ട് പ്രോബ്ലംസ് ഡു യു ഹാവ് ആൻഡ് വാട്ട് ഈസ് ബീങ് ഡൺ കറക്റ്റ് ദം. അതായത് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, പിന്നെ ഫ്യൂച്ചറിൽ എന്ത് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ റിസോഴ്സുകൾ നമുക്ക് ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇല്ല, അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ ഷെഡ്യൂളിംഗ് ഡിഫിക്കൽട്ടീസ് ആണ്, എന്തൊക്കെയാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അണ്ടർ കംപ്ലീഷന് വേണ്ടിയിട്ട് എന്തൊക്കെ നിൽക്കുന്നു, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയർ പ്രൊജക്ട് എങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? Projects are very dynamic and new requirements are discovered leading to changes to the project scope. Deliverable fail to meet quality standard, funding for the project get cut, staff turnover and other changes will necessitate a way of control all of this dynamics. അപ്പോൾ പ്രൊജക്റ്റിനകത്ത് നമ്മൾ കുറെ കൺട്രോളിങ് ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ സ്കോപ്പ് ഉണ്ട്, അതിന്റെ ക്വാളിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ സ്റ്റാഫിന്റെ നമ്പർ വരുന്നുണ്ട്. അപ്പൊ അല്ലാതെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, അത് കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ചേഞ്ച് കൺട്രോൾ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഓഫ് confronting the project since changes often increase the risk, cost, duration of the project. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിനകത്തൊരു സ്റ്റാഫിനെ മാറ്റുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഹൈ റിസ്ക് ആണ്. കാരണം അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ വെച്ചിട്ട് പുതിയൊരാളെ നമ്മൾ എടുക്കുമ്പോഴേക്കും അയാളെ എന്താണ് ചോട തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലെ അത് ഹൈലി റിസ്ക് ആണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യവും നമ്മളൊരു പ്രൊജക്റ്റിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അതൊക്കെ എന്താണ് അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്ന എന്താണ് ടാസ്കുകളാണ്, അല്ലെ അവിടുത്തെ റിസ്കുകളാണെന്നാണ് പറയുന്നത്. Change control is one of the biggest challenge confronting the project since changes often increase the risk, cost and duration of the project. A centralized control process will need to manage changes to the scope, schedule and budget. Depending upon the significance of the changes, there will be different levels of authority for approving the change. എന്താണ് ഒരു പ്രൊജക്റ്റിനകത്ത് ഇതേപോലെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്? ആദ്യം മോണിറ്റർ ആൻഡ് കൺട്രോൾ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്റഗ്രേറ്റഡ് ചേഞ്ച് കൺട്രോൾ, ക്വാളിറ്റി ഉണ്ട്, ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് പെർഫോമൻസ് ഉണ്ട്. റിപ്പോർട്ട് പെർഫോമൻസിനകത്ത് റിസ്ക് ഓർ ഇഷ്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഫൈനൽ അപ്രൂവൽ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ട്രെയിനിങ് ഉണ്ട്. പിന്നെന്താണ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ഡോക്യുമെന്റ് ന്യൂ ലെസൺസ് ആൻഡ് ലേൺഡ്. അപ്പം അപ്രൂവൽ കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? കണ്ടിന്യൂ വിത്ത് ക്ലോസിംഗ് പ്രോസസ്സിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ഓർ ക്യാൻസൽ ആയിരിക്കും. ക്യാൻസൽ ഗോ ടു ക്ലോസിംഗ് ആയിരിക്കും വരുന്നത്. അപ്പൊ അഡ്ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങോട്ടേക്കായിരിക്കും വീണ്ടും പോകുന്നത്? നമ്മൾ ടോപ്പ്, അതായത് മോണിറ്റർ ആൻഡ് കൺട്രോൾ, ഇന്റഗ്രേറ്റഡ് ചേഞ്ച് കൺട്രോൾ, അങ്ങനെ ആ സ്റ്റെപ്പുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണ് പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ അഡീഷൻ ടു ഇന്റേണൽ പ്രൊജക്ട് ചേഞ്ചസ്, അതായത് സ്കോപ്പ്, ഷെഡ്യൂളർ, ബജറ്റ് ആണ് ഇന്റേണൽ പ്രൊജക്ട് ചേഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൊജക്ട് യൂഷ്വലി ആർ confronted with the external changes. External changes much more difficult to control since the project team has a little control over the process. അപ്പൊ എക്സ്റ്റേണൽ ചേഞ്ചസിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? റെക്കഗ്നൈസ് ദ ഡിഫറെന്റ് ചേഞ്ചസ് ടു ദാറ്റ് റിക്വയർ കൺട്രോൾ, എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് അതർ കൺട്രോൾസ് ടു ക്യാപ്ചർ ആൻഡ് റിവ്യൂ ദ ചേഞ്ച്, ഡിറ്റർമൈൻ ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ചേഞ്ച് ദോസ് അഫക്റ്റഡ്, where appropriate have approvals and documentation procedures for managing to the change process and integrate the change into the project, such as change to the performance measurement baseline, verify the changes in fact proceeded. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? അതായത് എന്തൊക്കെ ചേഞ്ചുകൾ റിക്വയർ ചെയ്യാമെന്നുള്ളത്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെന്താണ് ഇവിടുത്തെ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയേഴ്സ്, അപ്രൂവൽസ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ അതേപോലെ അതിന്റെ പെർഫോമൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ചേഞ്ചസിനകത്ത് വരുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്ന് സബ്മിറ്റ് ആ വന്നിരിക്കുന്നത്. സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ സ്ക്രീൻ. പിന്നെ ഇവാലുവേഷൻ, അപ്രൂവല്, ഇംപ്ലിമെന്റ്, ടെസ്റ്റ്, അപ്ഡേറ്റ് ഒക്കെയാണ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ചേഞ്ചസ് ആർ സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ദ സ്റ്റാൻഡേർഡ് ഫോം ഓർ സ്ക്രീൻ. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാലോ അനലൈസ് ദ ചേഞ്ച് ആൻഡ് വർക്ക് ബാക്ക് upstream in the life cycle to determine how requirements must change. Approve എന്ന് പറഞ്ഞാൽ approved authority for decisions related changes often
follow threshold impact and ultimate authority for change usually reside with the customer. Implement എന്ന് പറഞ്ഞാൽ develop the plan to implement the change, test the change, report the successful implementation of the change. Test എന്ന് പറഞ്ഞാലോ run test to make sure that change worked as expected and no new changes pop up as a result for this change. Update, once you know change is correct, you need to update your product related elements. ഇതൊക്കെയാണ് പുതിയ പുതിയ ചേഞ്ചസിനകത്ത്, അതായത് നമ്മുടെ പ്രൊജക്ട് മാനേജിനകത്ത് വരുന്ന പുതിയ ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ. പ്രൊജക്ട് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ കണ്ട. അപ്പൊ അതിനകത്ത് ഇനിഷ്യേഷൻ ഉണ്ട്, പ്ലാനിങ് ഫേസ് ഉണ്ട്, എക്സിക്യൂഷൻ ഫേസ് ഉണ്ട്, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഫേസ് ഉണ്ട്. പിന്നെന്തായിരുന്നു? ഇനിഷ്യേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷന്, പിന്നെന്തായിരുന്നു? ടെസ്റ്റിംഗ് ഫേസ്, അക്സെപ്റ്റൻസ് ആൻഡ് ഡെലിവറി ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു കണ്ട? മോണിറ്ററിങ്, എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെന്താണ്? കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ഹൗ ടു കൺട്രോൾ എ സോഫ്റ്റ്വെയർ. എങ്ങനെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ പ്രൊജക്ട് കൺട്രോളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മോണിറ്ററിങ് ആൻഡ് മാനേജിങ് പ്രൊജക്ട് ആക്ടിവിറ്റീസ് ടു എൻഷുർ എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ടൈം, ബജറ്റ്, ക്വാളിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതായത് മെയിൻ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ടൈം ഉണ്ട്, ബജറ്റ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മളിവിടെ പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ കണ്ടു. എന്താ ഈ പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സൈക്കിൾ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്ലിക് മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്താണ്? നമ്മൾ പ്രൊജക്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് ഡെവലപ്മെന്റ് സൈക്കിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു പ്രൊജക്ട്, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ആവുന്നില്ല. നമ്മളത് ഡെവലപ്പ് ചെയ്ത് നമ്മളത് ത്രൂ ഔട്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രൊജക്ട് കൺട്രോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് യൂസ്ഡ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ പ്രൊജക്ട് പെർഫോമൻസ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്താ ഇവിടെ ചെയ്യുന്നത്? ഒരു പ്രൊജക്ട് പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, പല ഫേസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ഇതിനകത്ത് പ്ലാനിങ് വരുന്നുണ്ട്, പിന്നെന്താണ്? മോണിറ്ററിങ് വരുന്നുണ്ട്, കൺട്രോളിങ് വരുന്നുണ്ട്,
റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്, ഇവാലുവേഷൻ വരുന്നുണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്? പ്രൊജക്ടിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിന്റെ സ്കോപ്പ് ഉണ്ട്, പിന്നെന്താണ് അതിന്റെ ഷെഡ്യൂൾഡ് ടൈമും ബജറ്റും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോണിറ്ററിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? അതിന്റെ പ്രോഗ്രസ് ആയിരിക്കും നമ്മൾ അവിടെ മോണിറ്റർ ചെയ്യുന്നത്. കൺട്രോളിങ്ങിനകത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും? അതായത് അവിടുത്തെ റിസോഴ്സുകളും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇവാലുവേഷനകത്തോ അതിന്റെ പെർഫോമൻസിനെ